നമസ്കാരം. ഔർ TV 24/7 ഇന്ന് ഓണവിശേഷങ്ങളിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മേരി തോമസ് ആണ്. ബിൻമൂസ ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. വളരെ കാലമായി UAE-യിലുള്ള ഒരു പ്രവാസി കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഈ ചോദ്യങ്ങളിലിട്ട് പെട്ടെന്ന് പോകാന്നുള്ളതാണ്. ഈ പ്രവാസം തുടങ്ങിയിട്ട് കുറേ വർഷമായെന്ന് പറഞ്ഞു. ഇത് എത്രാമത്തെ ഓണമാണ് ഷാജി? ഇത് എൻ്റെ 49ാമത്തെ ഓണമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 76-ൽ വന്നു. ഇപ്പോൾ അത് 49ാമത്തെ വർഷത്തിൻ്റെ ഒരു ഓണം ആഘോഷിക്കാനായിട്ട് ദൈവം എനിക്ക് ഈ രാജ്യത്ത് ഇങ്ങനെ എൻ്റെ കുടുംബത്തോടൊത്ത് ആഘോഷിക്കാൻ സാധിച്ചതിൽ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഓരോ ആഘോഷവും ഇപ്പം ഓണമായിരുന്നാലും പെരുന്നാളായിരുന്നാലും വളരെ നന്നായി തന്നെ ഈ രാജ്യത്ത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. ഈ 2025-ലെ ഓണത്തിൻ്റെ ചേച്ചിയുടെ പ്രത്യേകതകൾ എന്താണ്? ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വർഷം ഞാൻ എല്ലാ വർഷവും പണ്ടൊക്കെ മലയാളി സമാജത്തിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ ഓണം ഉണ്ടായിരുന്നു. ഒത്തിരി ആഘോഷങ്ങളുണ്ടായിരുന്നു. ISC, ILA അങ്ങനെയൊക്കെ ഞങ്ങൾ പൂക്കള മത്സരവും അങ്ങനെ അതിനൊക്കെ ഞങ്ങളുടെ ടീമിനൊക്കെ എപ്പോഴും സമ്മാനം കിട്ടുന്നതും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടുത്തെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്, അബുദാബി പ്രോവിൻസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഓണാഘോഷമാണ് ഈ വർഷം. കുറേ പ്രാക്ടീസും റിഹേഴ്സലും കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടംപോലെ കുറേ ഗ്ലോബൽ ലെവലിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള പ്രാക്ടീസൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ദിവസവും വീട്ടിൽ ഇന്നലെ ഷാജി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്. എല്ലാ തരത്തിലും എല്ലാത്തിനും, പാട്ടിന്, ഡാൻസിന്, എല്ലാത്തിനും. തിരുവാതിര. അപ്പോൾ കുറേ നാൾ, അതായത് അതിൻ്റെ എനിക്ക് ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ കുറേ വർഷങ്ങളിൽ ഇതിനകത്തുനിന്നൊക്കെ മാറി നിന്നായിരുന്നു. എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴ് വീണ്ടും തിരിച്ച് രംഗത്തോട്ട് വരുമ്പോൾ എനിക്ക് ആ പഴയ കാലഘട്ടം, അതായത് 49 ഇയേഴ്സ് എന്ന് പറഞ്ഞില്ലേ, 49 വർഷം എന്ന് പറഞ്ഞില്ലേ, ഈ 49 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ കുറേ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് നമ്മളെല്ലാ ഓണാഘോഷവും അന്നത്തെ റിഹേഴ്സലും ഗാനമേളയും പാട്ടും അതൊക്കെ എനിക്കിപ്പോൾ തിരിച്ചു വന്നതായിട്ടുള്ളൊരു ഫീലിംഗാണ്. നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള റിഹേഴ്സലുകൾ, പാട്ട്, അതിനകത്തുള്ള മെമ്പേഴ്സിന് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് പെൺകുട്ടികൾ പുറത്തിറങ്ങാത്തൊരു കാലമായിരുന്നു ഞാൻ വന്ന കാലഘട്ടം. ഒരു കാര്യത്തിലും അന്നത്തെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെ അനുസരിച്ചിട്ട് കുട്ടികളൊന്നും, പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വരും, പക്ഷെ അവർ പൊതുരംഗത്തേക്ക് അധികം ഇറങ്ങത്തില്ലായിരുന്നു. അതിൻ്റെ ഒത്തിരി റീസൺസ് എല്ലാവർക്കും അറിയാം. ഇപ്പോഴാ കാലമൊക്കെ മാറി, കുട്ടികളാണ് ഇപ്പോൾ എല്ലായിടത്തും. നമ്മുടെ എത്ര മാറി നമ്മൾ ഈ രാജ്യം, എന്തുമാത്രം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് 49 വർഷത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോൾ, പുരോഗതി കാണുമ്പോൾ. ഞാൻ വെറും മണ്ണായിരുന്ന കാലത്ത് ഞങ്ങളുടെ വീടിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം ഇത് മുഴുവൻ, ഈ റോഡ് പോലും അന്ന് കടലായിരുന്നു. ആ കടലിൽ നിന്ന് എത്തി ഇപ്പം നമ്മളുടെ വീടിരിക്കുന്ന സ്ഥലം അടക്കം. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും പഴയ കാലങ്ങൾ, ഞാൻ ഇതിനോടൊപ്പമാണല്ലോ ഈ രാജ്യത്ത് വളർന്നത്. ഈ രാജ്യത്തിൻ്റെ ഓരോ വളർച്ചയും 49 ഇയേഴ്സിൽ 76 ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള വളർച്ച ഓരോന്നും, ഓരോ കല്ല് വെക്കുന്നതും കണ്ടിട്ട് വളർന്നതാണ്. അത് കാണാൻ പറ്റി. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്നു. അപ്പോൾ എനിക്ക് പിന്നെ അതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വന്ന കാലത്ത് ഞങ്ങളുടെ ഓണത്തിൻ്റെ ഇത്രയും സദ്യയിൽ ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു. ഇപ്പം നടക്കാൻ പോകുന്ന 5-ാം തീയതിയിലെ ഓണത്തിലും അത്ര ഐറ്റംസ് അന്നും ഉണ്ടാവും, ഇന്നും ഉണ്ടാവും. അപ്പം നമ്മളുടെ അടുക്കളയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും ഒരേപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തനിമ കണ്ടിന്യൂ ചെയ്ത് പോകാനും, ഇന്ത്യയുടെ തനിമയായിട്ടുള്ള സാരി മാത്രം എടുത്ത് 52 വർഷവും അത് ഈ ജീവിക്കാനും എനിക്ക് പറ്റിയെന്നുള്ളത്, അത് എനിക്കെന്നൊരു അഭിമാനം. അത് കാരണം അങ്ങനെ സാധിക്കാൻ ഞാൻ ഏത് രാജ്യത്ത് പോയാലും അവർ ഇന്ത്യ ചേച്ചി ഐഡന്റിഫൈ ചെയ്യുന്ന സാരിയിൽ തന്നെയാണ്. കാരണം ഇത്രയും വർഷം എവിടെ പോയാലും ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സാരിയിൽ തന്നെ ചേച്ചിയെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചൈന ചെന്നപ്പോഴത്തേക്കും ഞാനൊരാൾ സാരിയിൽ ഇങ്ങനെ പോകുമ്പം ചൈനക്കാരെ ഇരുന്നിട്ട് നിന്ന് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമസ്തേ തന്നു. അതുപോലെ നമ്മൾ ഇസ്രായേലിൽ എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ നമസ്തേ പറയുമ്പോൾ ഹിന്ദി ഇന്ത്യ നമസ്തേ എന്ന് പറയും. ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും. കാണുമ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വർഷമായിട്ടും സാരി, ഈ സെറ്റുമുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീകമാണ് കേരളത്തിൻ്റെ. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോകും എപ്പോഴും. നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഓണത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ ചെറുതിലേക്കുള്ള കഥകൾ ആ അറിവ് തന്നെയാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ എത്രത്തോളം പറഞ്ഞു കൊടുക്കുന്നു നമുക്ക് അറിയില്ല.
കൊച്ചുകുട്ടികൾക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നമ്മളന്നും കൊച്ചിലേ തൊട്ടിട്ട് ഞങ്ങളുടെയൊക്കെ കാലം തൊട്ടേ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത്? ഓണത്തിൻ്റെ ചിങ്ങമാസം ആയി കഴിയുമ്പം തിരുവോണത്തിന് ഓണത്തിൻ്റെ അവധിയാണ് സ്കൂളിൽ ഏറ്റവും ആദ്യം. അത് കഴിയുമ്പോൾ കുട്ടികളെല്ലാവരോടുള്ള എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ചേർന്ന് കളിയും പൂവിടലും പിന്നെ ഊഞ്ഞാലാടലും പിന്നെ അത്തപ്പൂവിടലും. നമ്മൾ വീട്ടിലുള്ള പലഹാരങ്ങളെന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നിറച്ച് കലവറി അടുക്കളയിൽ ഇങ്ങനെ നിറച്ചുണ്ടാക്കിയിരിക്കും. പിന്നെ ഇല തുമ്പപ്പൂ അടക്കം എല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കുട്ടികൾ അന്നൊരു ഞങ്ങൾക്ക് ഇന്ന മതമൊന്നൊന്നുമില്ലായിരുന്നു. എല്ലാ മതങ്ങളും എല്ലാവരും ഒരുപോലെ ചേർന്നിട്ടായിരുന്നു ഞങ്ങളുടെ ആ നാട്ടിൽ. ഞാനൊരു കുട്ടനാടുകാരത്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടുകാർക്കും ഒരുപോലെ ഉള്ളൊരു ആഘോഷമായിരുന്നു ഓണം. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളുടെ ഗൾഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇപ്പം നാട്ടിലും അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ ആ കാലഘട്ടത്തെക്കാളും കുറേ കൂടെ ഒക്കെ മോഡേണായിട്ട് ഓണം എത്തിയിട്ടുണ്ട്, കുറച്ചുകൂടെ ആഘോഷമാക്കിയിട്ടുണ്ട്. ഇവിടെയും അത് തന്നെ എല്ലാവരും. അതെ, വളരെ കാര്യം. കാരണം പ്രവാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഓണ സാധനങ്ങൾ ഓരോന്നും ഓരോ ഷോപ്പിൽ പോയി വാങ്ങണം എന്നൊരു ഇതവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കോണിക് ആയിട്ട് ലുലു ഉണ്ട്. എല്ലാവർക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഓണത്തിനുള്ള എല്ലാ കിറ്റും എല്ലാം കിട്ടും, വസ്ത്രവും പിന്നെ പച്ചക്കറിയും എല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഒരുമിച്ച് തന്നെ കിട്ടുന്നത്. ഞാനേ ഷാജി ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുമായിരുന്നേ. ഞങ്ങളൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ നാട്ടിൽ പോകാൻ നേരത്ത് ഷോപ്പിംഗ് ജൂലൈയിൽ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് ഒരു കടയിൽ കയറി, പിന്നെ ഈ ചൂടത്ത് വേർത്തൊലിച്ച് അടുത്ത കടയിൽ കയറി, ഓരോ സാധനത്തിനും ഓരോ കടയിൽ കയറുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ ദൈവമേ ഇതെല്ലാം കൂടെ ഒരു കൂടെ കീഴിൽ ഒരു സ്ഥലത്ത് കിട്ടുന്ന ഒരു കാലം എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്ന്. ആ കാലമല്ലേ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോൾ ഉണ്ടായി. യാഥാർത്ഥ്യമായി. അതുപോലെ ഫോൺ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് ഓടി വരും, എൻ്റെ അമ്മച്ചി വിളിക്കുമെന്നും പറഞ്ഞ്. ഇപ്പോൾ ഓർക്കും, ഇപ്പോൾ ആ ഫോണ് അന്ന് ഓർക്കും കൊണ്ടുനടന്ന് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിരുന്നെങ്കിലും ഒരു സാധനം ഉണ്ട്, ആ സാധനം ഉണ്ടായി, അതാണ് ഫോണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ എത്ര തലമുറ കണ്ടു എന്നുള്ളതാണ്. പഴയ തലമുറ, അടുത്ത ഞങ്ങളുടെ തലമുറ, എൻ്റെ മകൻ്റെ മകൻ, അത്രയും തലമുറ കാണാൻ പറ്റിയ ഒരു അതാണ് ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളുടെ കാലഘട്ടം. ആ കാലഘട്ടമാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ലോകം മാറുന്നത് കണ്ടു, ലോകത്തിൻ്റെ പുതിയ ചേഞ്ച് കണ്ടു. ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് വെച്ചാൽ അവർക്ക് ആ പഴയ കാലത്തിൻ്റെ, പക്ഷേ ആ പഴയ കാലത്തിന് ഇത്ര മാധുര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്നില്ലായിരുന്നു കേട്ടോ. അന്നൊരിക്കലും അങ്ങനെ ഒരു മാധുര്യം ഇല്ലായിരുന്നു. നമുക്ക് അടുക്കളയിലിരുന്ന് അരയ്ക്കുമ്പോൾ ഓർക്കും, അയ്യോ ഇത് അരയ്ക്കുന്ന പാട്, ഇടിക്കുന്ന പാട്, ചൂലുകൊണ്ട് മുറ്റം അടിക്കുന്ന പാട്, തുണി കഴുകുന്ന പാട്, ഇതൊക്കെ ഇപ്പം മെഷീനായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാടുകളെല്ലാം പോയി. ഇപ്പോഴത്തെ റോബോട്ടും വന്നു, എല്ലാം വന്നപ്പോൾ ആ കഷ്ടവും പാലും എല്ലാം മാറി. പക്ഷേ ഇപ്പോഴെങ്ങോട്ടത്തേക്കാ കാലം പോകുന്നത്? ആ കാലത്തിൽ നമ്മളൊക്കെ സന്തോഷമുണ്ടോ? കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഓണത്തിൻ്റെ കഥ അത് നിങ്ങളെല്ലാവരും ദിവസവും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ. അല്ല, അത് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓണത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പറഞ്ഞു വരികയാണല്ലോ. അപ്പം അത് ആ റേഞ്ചിൽ തന്നെ പൊക്കോട്ടെ എന്നാണ്. പിന്നെ ഓണം ചേച്ചി ഇപ്പോൾ പറഞ്ഞു ഗ്ലോബൽ WMC അല്ലേ? WMCയുടെ ചേച്ചി ഇപ്പോൾ പ്രസിഡൻ്റാണ്. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ശരിക്കും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ? അതായത് വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ലോകത്തുള്ള എല്ലാ മലയാളികളെയും ഒരു നൂലുകൊണ്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു യജ്ഞമാണത്. അപ്പോൾ നമ്മൾക്കത് അമേരിക്കയിലാവട്ടെ, ന്യൂസിലാൻഡിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, കേരളത്തിൻ്റെ ഏതെങ്കിലും മൂലയിലാവട്ടെ, ഗൾഫിലാവട്ടെ, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം എപ്പോഴെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചോദിച്ചാൽ ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരാൾ അപ്പോഴേ പോപ്പപ്പ് ചെയ്യും, യെസ് ഞാനിവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ മറ്റുള്ള നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുമ്പം എനിക്കുള്ളത് ഈ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഷാജി എവിടെയെങ്കിലും പോകുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചൈനയിൽ പോയിട്ട് എനിക്ക് 2 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ആരും ഇല്ലല്ലോ എന്ന്. അവസാനം ഞാൻ ചോദിച്ചു, നമ്മളുടെ പ്രസിഡന്റിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു നമ്പർ കിട്ടി. ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ യൂട്യൂബില്ല, അവിടെ നമ്മുടെ ഗൂഗിളില്ല, ഒന്നുമില്ല, ഫോണൊന്നും ഇവിടുത്തെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. കംപ്ലീറ്റ്ലി നമ്മൾ
വിച്ഛേദിക്കപ്പെടുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്, വേറൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ള അവർ പറഞ്ഞു തന്നു. ആ പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നമ്മളെ കാണാൻ അവർ വന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേ എനിക്ക് അവിടെ ഒരാളുണ്ട്. ഈ ഒരൊറ്റ കോൺഫിഡൻസ് ആണ് ഞാൻ ഒറ്റ വാക്കിൽ WMCയെ ഞാൻ വിവരിക്കുന്ന ആ ഒരൊറ്റ വാക്കിലാണ്. ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ അതിൻ്റെ മെമ്പറാണെങ്കിൽ അല്ലെങ്കിൽ പോലും മെമ്പറാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് നമുക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് WMC. ഓ ഗ്രേറ്റ്. അപ്പം ഈ ഇത്രയും വർഷത്തെ യാത്രയിൽ ചേച്ചി ഒരുപാട് രാജ്യങ്ങളിലേക്ക് ആൾക്കാരെ എന്താണ് ടിക്കറ്റിലൂടെ ലോകം മൊത്തവും പറന്ന് നടക്കുന്നുണ്ട്. അപ്പം യാത്രകളെക്കുറിച്ചും ഈ ഓണത്തിൻ്റെ വിശേഷങ്ങളിൽ ഈ ടിക്കറ്റ് റേറ്റ് കൂടുതലാണല്ലോ, അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? അതിപ്പം നമുക്ക് എന്നും പറഞ്ഞു തീരുന്ന ഒരു കാര്യം തന്നെയാണ്. ഷാജിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഞാൻ ആദ്യം ടിക്കറ്റ് എഴുതിയത് 3210 ദർഹത്തിലായിരുന്നു. അബുദാബി, തിരുവനന്തപുരം, അബുദാബി. എത്രയോ വർഷങ്ങൾക്ക് മുന്നേന്നറിയാം. ഇപ്പം നമുക്ക് ഒരു 800-നും 700-നും 900-നും ഒക്കെ ഇടയ്ക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്തിലോട്ട് ഈ ടിക്കറ്റ് വന്നപ്പോൾ എയർലൈൻ എന്ത് ചെയ്യും, എയർലൈൻ കമ്പനികൾ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ നിൽക്കുന്നത് നിങ്ങളെ രണ്ടുപേരുടെയും കൂടെ നടുക്കായിട്ടാണ്. ഞങ്ങൾ ഒരു വർഷത്തിൽ മുഴുവൻ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 6 മാസം അല്ല 7 മാസമേ ഉള്ളൂ കുറവായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നു. ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ ഒത്തിരി കൂടുതലാണ്. ഒത്തിരി കൂടുതലെന്ന് വെച്ചാൽ ഇവിടുന്ന് അബുദാബി ടു കൊച്ചി പോകാൻ ഞാൻ 245 ദർഹത്തിന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒരു 1 വേക്ക്. തിരിച്ച് കൊച്ചി ടു അബുദാബി 1600, 2000 ദർഹം വരെ ടിക്കറ്റ് 1 വേ ടിക്കറ്റിന് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് അവിടുന്ന് ഇവിടെ സ്കൂൾ തുറക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ ഓണം ആഘോഷത്തിന് വരുന്നു, അല്ലെങ്കിൽ നാട്ടിലോട്ട് ഓണത്തിന് പോകുന്നു. ഇത് ഓണമല്ല, സ്കൂള് തുറക്കുന്നു, അടയ്ക്കുന്നു. പിന്നെ നമ്മുടെ പെരുന്നാൾ, ക്രിസ്മസിനൊന്നും അധികം തിരക്കൊന്നും കൂടുതലില്ലായിരുന്നു. ഓണത്തിനും അത്രയധികം വന്നിട്ടില്ല. പക്ഷേ നമ്മൾ സ്കൂൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അതിൽ കൂടുതൽ ഞങ്ങൾ അതിനെപ്പറ്റി ഒത്തിരി പഠിച്ചു. നമ്മളിവിടുന്ന് കുറേ ഒരു വലിയൊരു പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഡയസ്പോറ അവിടെ പോയി, ഡൽഹിയിൽ പോയി നിവേദനം കൊടുത്തു. പക്ഷേ ആർക്ക് എന്ത് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നടത്തേണ്ടേ ഞങ്ങളുടെ ബിസിനസ്, എയർലൈൻ കമ്പനി. ഈ 235 കൊടുക്കുമ്പം നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ എങ്ങനെ സാലറി കൊടുക്കും, ഞങ്ങൾ എങ്ങനെ ഇത് ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ ഞങ്ങൾ ഓരോ എക്സ്പെൻസും എങ്ങനെ ചെയ്യുമെന്ന്. പറ്റുന്ന എക്സ്പെൻസുകളെല്ലാമാണ് ഞങ്ങൾ ഈ കൂട്ടിയെടുക്കുന്നത്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരു ബാലൻസിങ് ഇല്ല ഇത് തമ്മിൽ. അവർ സമയം കിട്ടുന്ന സമയത്ത് കൂടുതൽ ക്യാഷ് എടുത്തിട്ട് കുറച്ച് കിട്ടുന്ന സമയത്തിൻ്റെ നഷ്ടം നികത്തുകയാണ്. ബാലൻസ് ചെയ്യുകയാണ് എയർലൈൻ. അതേസമയത്ത് ഗവൺമെൻറ് ഇടപെടുമോ എന്നുള്ളത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇടപെട്ടാൽ ചെയ്യാൻ പറ്റുന്നത് ലോ സീസൺ ഒരു ഫെയർ, ഹൈ സീസൺ വേറൊരു ഫെയർ ഫിക്സ് ചെയ്യുക. അത് ലോക്ക് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ കൺട്രിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട്. അതനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ മന്ത്രിമാർ വിചാരിക്കണം, നമ്മുടെ നേതാക്കന്മാർ വിചാരിക്കണം, എയർലൈൻകാർ വിചാരിക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ടിക്കറ്റ് ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വില കുറച്ച് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെയാണ്. അല്ലാതെ വില കുറയ്ക്കുമെന്നോ ഈ സ്കൂൾ സമയത്ത് വില കുറയ്ക്കുമെന്നോ നമ്മൾ എനിക്ക് അത്ര വലിയ എൻ്റെ 37-ാമത്തെ വർഷമാണ് ട്രാവൽ ഏജൻസി. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ആ ഒരു പ്രതീക്ഷ വില കുറയ്ക്കുമെന്നില്ല. പിന്നെ ഈ 49ാമത്തെ ഓണമാണ് ചേച്ചി ആഘോഷിക്കുന്നത്. അപ്പം നമ്മുടെ പ്രവാസികളായ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ചേച്ചിയുടെ ഒരു ഓണ വിഷസ്. സമ്പത്തും സമൃദ്ധിയും സാഹോദര്യവും സ്നേഹവും എല്ലാം ഉള്ള ഒരു വലിയൊരു ആഘോഷമാണല്ലോ ഓണം. മാത്രമല്ല ലോകത്തുള്ള എല്ലാ മലയാളികളെയും ഒന്നിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു നൂലിഴയിൽ കോർത്തിണക്കുന്ന ഒരു ദിവസമാണ് തിരുവോണം. അത് നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും തിരുവോണം എന്ന് പറയുന്നത് അമേരിക്കക്കാർക്കും ബാക്കി ഏത് രാജ്യക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് അവർ ആഘോഷിക്കുന്നത്. കേരളക്കാരുടെ മാത്രമല്ല, കേരളക്കാർ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഓണം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഓണം എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം. നമ്മുടെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു മഹാബലി ഭരിച്ചിരുന്ന കാലം. ആ കാലത്ത് കള്ളവില്ല, ചതിയില്ല, ഒന്നുമില്ലാതെ സന്തോഷമായിട്ടുണ്ടായിരുന്ന ഒരു കാലം. ആ കാലത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വർഷത്തിലൊരു ദിവസം പ്രജകളെ കാണാൻ വേണ്ടി അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള ഒരു ദിവസമാണ് ഈ ദിവസം.
ആ ദിവസം നമ്മളെല്ലാവരും ആ ദിവസത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നമ്മൾ വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് അതെല്ലാം കൊണ്ട് ആഘോഷിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ബിൻമൂസ ട്രാവലിൻ്റെ വകയായിട്ടും എൻ്റെ വകയായിട്ടും ഓണാശംസകൾ. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. സമ്പത്തും സമൃദ്ധിയും സന്തോഷവും സാഹോദര്യവും സമാധാനവും എല്ലാം ദൈവം തരട്ടെ. ഈ ഓണം നല്ലൊരു ഓണമായിട്ട് പൊന്നോണമാകട്ടെ, നല്ലൊരു ഓണമാകട്ടെ. താങ്ക് യു. താങ്ക് യു. Bin Musa Travels, Dubai and Abu Dhabi.